ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ വർക്കലയുള്ള ഒരു കിടിലം കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബൈക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ലൊരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോണത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ രാവിലെ 9:27 നല്ല മഴ പെയ്ത് കിടിലമായിട്ട് കിടക്കുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും, അവിടെ കടലൊക്കെ നല്ല സൂപ്പറായിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, നമ്മൾ നമ്മുടെ 1-ാം പാലം എന്ന് പറഞ്ഞ റൂട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിപ്പം കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ വർക്കലേക്ക് വരുന്ന തീരദേശ റൂട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ കറക്റ്റ് റൂട്ടൊക്കെ പറഞ്ഞു തരാം. 1-ാം പാലം കഴിഞ്ഞു. ഇവിടെ നിന്ന് ഈ പാലം കഴിഞ്ഞ ഉടനെ റൈറ്റ് എടുക്കുക. വണ്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തി റൈറ്റ് എടുത്തു. ഓക്കെ, നമ്മൾ റൂട്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി പോയി നോക്കാം. മാപ്പ് ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മാപ്പ് ഓൺ ചെയ്തിട്ടില്ല, എനിക്ക് റൂട്ട് അറിയാവുന്നുണ്ട്. ഒരു BM ഒക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞ് സെറ്റാവും. ഇനി അങ്ങോട്ടാണ് നമ്മുടെ ശരിയായ റൂട്ട് എത്തുന്നത്. ക്യാമറയിലൂടെ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറ്റുന്ന പോലെ എടുക്കാൻ നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ റൂട്ട്. ജസ്റ്റ് പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന റൂട്ടാണ്. കണ്ട് എൻജോയ് ചെയ്യുക. എന്നിട്ട് എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും കമൻസിൽ പറയണം. ഓക്കെ, ഇപ്പോൾ ഫുൾ മഴ പെയ്ത് ഈ ഒരു തോടാ എന്താ സാധനം അത് ഫുൾ കലങ്ങി കിടക്കുവാണ്. ശരി, ഒന്ന് ചെളിയൊക്കെ ഒന്ന് തെറിപ്പിച്ച് ആ ഒരു റൂട്ടൊക്കെ കണ്ടോ? അടിപൊളിയല്ലേ, നല്ല മനോഹരമായിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങാൻ ഞാൻ നോക്കട്ടെ. അങ്ങോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു POV ഡ്രൈവ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കിവിടെ റൈറ്റ് സൈഡിലൊരു പള്ളിയൊക്കെ ഉണ്ട്. സ്ലോയിൽ ഇങ്ങനെ പോകാൻ നല്ല രസമായിരിക്കും, ആ പച്ചപ്പും. പക്ഷേ ഈ ഒരു മഴക്കാലത്ത് അല്ല, ചൂട് കാലത്തും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ സമ്മറിലൊക്കെ പോയപ്പോഴും അത്യാവശ്യം നല്ല റൂട്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ആ ഒരു കടലിൻ്റെ ഒരു ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഞാൻ ഗ്ലാസ് ഒന്ന് തുറന്ന് നോക്കാം, എത്ര സൗണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, നല്ലൊക്കെ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് ഒരുവിധം കാണാമായിരിക്കും. എന്തായാലും ഇപ്പം 2.7K റെക്കോർഡ് ചെയ്യുന്നത്. ഗ്ലാസ് തുറന്നിട്ട് കുറച്ച് നേരം സ്ലോയിൽ ഓടിക്കാം. അധികം ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കാറില്ല. നമുക്കിനി അടുത്ത കുറച്ചങ്ങോട്ട് നിന്നിട്ട് വീണ്ടും നമുക്ക് റോഡ് കാണാം. ഇനി അങ്ങോട്ട് കുറച്ചൊരു നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്, ഒരു മരമൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ആ ഒരു മരം കാണാൻ, ഒരു ഭംഗി. ഈ ഒരു മരമൊക്കെ നിൽക്കുന്നിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട്, അതെനിക്ക് മാത്രമാണോ തോന്നുന്നത്? ലെഫ്റ്റിലേക്കൊക്കെ നോക്കിയാൽ നല്ല കടലൊക്കെ ഇങ്ങനെ തിരയടിക്കുന്നതൊക്കെ കാണാം. ഗ്ലാസും തുറക്കാം. നല്ല അത്യാവശ്യം കുറച്ചൊരു മഞ്ഞൊക്കെ ഉണ്ട്. ആ ഒരു തിരയുടെ ഒരു ഇതും നല്ലൊരു ഇതാണ്, നല്ലൊരു കാം അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇതിലിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ. അതുകൊണ്ട് ഞാൻ സ്ഥിരം ഈ റൂട്ടാണ് ഓപ്റ്റ് ചെയ്യുന്നത്. കഴക്കൂട്ടം നിന്നും എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടം വരെയാണ് ശരിക്കും ഈ ഒരു പീസ്ഫുൾനെസ് ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയ്ക്കൊരു ഇതല്ല, എന്നാലും വലിയ ഇഷ്യൂസ് ഇല്ലാത്ത റൂട്ടാണ്. ഇനി അങ്ങോട്ടും വലിയ പ്രശ്നമൊന്നുമില്ല, കൊള്ളാം. മെയിൻ റൂട്ട് ഇത്രയുമായിരുന്നു. കുറച്ചും കൂടി ഞാൻ റൂട്ടൊന്ന് കാണിക്കാം.
ഇവിടെ ചെല്ലുമ്പോൾ ആ ഒരു സൈഡിലെ ഒരു വ്യൂ ഇത്തിരി ഒന്ന് മാറുന്നുണ്ട്. ഇവിടെ കറക്റ്റ് എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ക്ലീൻ ചെയ്യിക്കുകയാണെന്ന് തോന്നുന്നു. തോടൊക്കെ ക്ലീൻ ചെയ്തിട്ടാണെന്ന് തോന്നി കലയും കിടക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ റൂട്ട് വരുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക, ഈ റൂട്ട് വരാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് കമൻസിൽ പറയാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമൻസിൽ പറയാം. റൂട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ ഒരു എക്സ്പീരിയൻസും എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.